മക്കളെ, ദശാംശ സംഖ്യകളുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് ദശാംശങ്ങൾ, വലുത് ചെറുത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും പഠിച്ചു ആണോ? ഇനി ദശാംശ സംഖ്യകളുടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. എന്താണ് ദശാംശ സംഖ്യ, എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് അല്ലേ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ. പിന്നെ ദശാംശ സംഖ്യകൾ എങ്ങനെ കൂട്ടും കുറയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് വന്നേക്കുവാണ് അല്ലേ? ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ദശാംശ സംഖ്യകളുടെ ഗുണനവും ദശാംശ സംഖ്യകളുടെ ഹരണവുമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ചെയ്ത് പോയാലോ? ഫസ്റ്റ് നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 കഴിഞ്ഞായിരുന്നു അല്ലേ? ഇത് നമ്മുടെ ടൈപ്പ് 4 ആണ് കേട്ടോ. നാലാമത്തെ ടൈപ്പ് 4. യെസ്, നാലാമത്തെ ടൈപ്പ് ചോദ്യം. എന്താ ഹെഡിങ്? ദശാംശ സംഖ്യകളുടെ ഗുണനം എന്നതാണ് ഹെഡിങ്. എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടോ. 0.3 ഇൻറ്റു 0.4 ഇങ്ങനെ രണ്ട് ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പോയിന്റുകൾ കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം എടുത്തെഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ 0.3 എന്നുള്ളത് 3 എന്നായിട്ട് മാറും. പോയിന്റ് കളയുമ്പം 0.4 എന്നുള്ളത് 4 എന്നായിട്ട് മാറും. ആണോ? പോയിന്റ് കളഞ്ഞ് സംഖ്യകൾ എടുത്തെഴുതി എന്നിട്ട് ഗുണിക്കുക. 3 × 4 12 എന്ന് കിട്ടും. റെഡിയല്ലേ? ഇനി ചോദ്യത്തിൽ ആകെ എത്ര ദശാംശ സ്ഥാനങ്ങൾ, ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ ഒരു ദശാംശ സ്ഥാനം. അപ്പം ആകെ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അപ്പം ആ 2 ദശാംശ സ്ഥാനങ്ങൾ ഉത്തരത്തിലേക്ക് ഇടുക. അപ്പം ഇതിന് 2 ദശാംശ സ്ഥാനം ഇടുമ്പോൾ 0.12 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 0.12 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ആദ്യം എന്താണ് ദശാംശ സംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം എന്ന് നമ്മളോട് ചോദിച്ചാൽ സംഖ്യകൾ തമ്മിൽ നേരെ ഗുണിക്കുക. ആദ്യം പോയിന്റ് മാറ്റുക, എന്നിട്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ചോദ്യത്തിൽ ആകെ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അത്രയും ദശാംശ സ്ഥാനം ഉത്തരത്തിൽ തിരിച്ചിടുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. 7.6 × 100 അല്ലേ മക്കളെ? ആണ്. ഇനി നമുക്ക് ഇവിടെ പോയിന്റ് മാറ്റുക. പോയിന്റ് മാറ്റിയിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ പോയിന്റ് മാറ്റുമ്പോൾ 76 ആകും. 100-ന് പോയിന്റ് ഒന്നുമില്ല മാറ്റാൻ, അപ്പം 100. അപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം 7600 എന്ന് കിട്ടും. ആണോ? ചോദ്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് തിരിച്ചിടുമ്പോൾ ഉത്തരം 760 എന്ന് കിട്ടും. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം. 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതല്ലേ? അപ്പം 7.6-നെ 100 കൊണ്ട് ഗുണിക്കാൻ 2 പോയിന്റ് വലത്തോട്ട് മാറ്റിയാൽ മതി. 2 പോയിന്റ് വലത്തോട്ട് മാറ്റുമ്പോൾ 7.6 എന്നുള്ളത് ഒരു 0 കൂടെ വരും. ഇവിടെ വരുമ്പോഴേ 2 പോയിന്റ് ആവുള്ളൂ. അപ്പോൾ 760 ആകും. അങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 എത്ര? ഇതിൻ്റെ ആൻസർ കാണണം. ശരിയല്ലേ മക്കളെ? നമുക്ക് ഗുണിച്ചാലോ? പോയിന്റ് കളഞ്ഞിട്ട് ഇതിൻ്റെ പോയിന്റ് കളയുമ്പോൾ 2 ഇൻറ്റു ഇതിൻ്റെ പോയിന്റ് കളയുമ്പോൾ 2 ഇൻറ്റു ഇതിൻ്റെ പോയിന്റ് കളയുമ്പോൾ 2. ശരിയല്ലേ? 2 × 2 × 2 നമുക്ക് 8 എന്ന് ഉത്തരം കിട്ടും അല്ലേ? ചോദ്യത്തിൽ 1, 2, 3 ദശാംശ സ്ഥാനങ്ങൾ, 3 പോയിന്റുകൾ ഉത്തരത്തിൽ തിരിച്ചിടണം. ആൻസർ 0.008. അപ്പം ആദ്യം പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുക. ചോദ്യത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അത്രയും ദശാംശ സ്ഥാനം തിരിച്ച് ഉത്തരത്തിലേക്ക് ഇടുക. 3 എണ്ണം ഉണ്ട്, 3 എണ്ണം തിരിച്ച് ഉത്തരത്തിലേക്ക് ഇടണം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ആണ്. നെക്സ്റ്റ് വൺ 6 ഇൻറ്റു 0.6 ഇൻറ്റു 0.006 ഇതിൻ്റെ ഉത്തരം കാണണം. ആദ്യം പോയിന്റ് മാറ്റാം. 6-ന് പോയിന്റ് ഒന്നുമില്ല മാറ്റാൻ, അങ്ങനെ തന്നെ എഴുതി. 0.6-ൻ്റെ പോയിന്റ് മാറ്റുമ്പോൾ 6 ആകും. ഇൻറ്റു ഇനി 0.006-ൻ്റെ പോയിന്റ് മാറ്റുമ്പോൾ 6 ആകും. 6 × 6 × 6 6-ൻ്റെ ക്യൂബ് 216 ആണ്. ചോദ്യത്തിൽ
ഇവിടെ 3 പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റും കൂടെ 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് തിരിച്ച് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 0.0216 എന്നാവും. 0.0216 0.0216 എന്ന് ഉത്തരം കിട്ടും. ചെയ്തത് പക്കയല്ലേ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം 10 × 1 × 0.1 × 0.01 ഇതിൻ്റെ ഉത്തരം കാണണം. പോയിന്റ് മാറ്റുമ്പോൾ 10ന് പോയിന്റ് ഇല്ല, മാറ്റാൻ അങ്ങനെ തന്നെ എഴുതി. 1ന് പോയിന്റ് ഇല്ല, മാറ്റാൻ അങ്ങനെ തന്നെ എഴുതി. 0.1ൻ്റെ പോയിന്റ് മാറ്റുമ്പോൾ 1 ആകും. 0.01ൻ്റെ പോയിന്റ് മാറ്റുമ്പോൾ 1 ആകും. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 10 എന്ന് ഉത്തരം കിട്ടും. ചോദ്യത്തിലാകെ 2ഉം 1ഉം 3 പോയിന്റ് തിരിച്ചിടുമ്പോൾ 0.010 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 0.01 ആണ് അല്ലേ? സോ നമ്മുടെ ആൻസർ 0.01 ഓപ്ഷൻ ബി ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്നത്. പക്കയല്ലേ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം 0.1 × 0.01 × 1001 അല്ലേ? ഇത് ഗുണിക്കണം. ആദ്യം പോയിന്റ് കളഞ്ഞെഴുതാം. ഇതിൻ്റെ പോയിന്റ് കളയുമ്പോൾ 1, ഇതിൻ്റെ പോയിന്റ് കളയുമ്പോൾ 1, ഇതിന് പോയിന്റ് ഇല്ല കളയാൻ, അപ്പം അങ്ങനെ തന്നെ എഴുതാം. ആണോ? എല്ലാം കൂടെ ഗുണിക്കാം. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 1001 എന്ന് കിട്ടും. ചോദ്യത്തിൽ ഇവിടെ 2 പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ആകെ 3 പോയിന്റ്. 3 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 1.001 എന്ന് കിട്ടും. 1.001 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1.001 ഉത്തരം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പക്കയല്ലേ? ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓൾറെഡി 34 × 538ൻ്റെ ഉത്തരം തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചേക്കുക 3.4 × 5.38 എത്ര? ഇതിൻ്റെ ഉത്തരം കാണാനാണ് ചോദ്യം അല്ലേ? നമുക്കറിയാം ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം പോയിന്റ് മാറ്റുക. 3.4ൻ്റെ പോയിന്റ് മാറ്റുമ്പോൾ 34 × 5.38ൻ്റെ പോയിന്റ് മാറ്റുമ്പോൾ 538 ആണോ? ഇനി ഇത് ഗുണിച്ച് ഉത്തരം കാണണം. ഇത് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 18,292. ശരിയല്ലേ? ഇനി ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ 2, ഇവിടെ 1, 3 പോയിന്റ് ഉത്തരത്തിരണം. അപ്പോൾ 18.292 എന്ന് കിട്ടും. 18.292 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ആയിട്ട് വരുന്നത്. റെഡിയല്ലേ നമ്മൾ ചെയ്തത്? അപ്പോൾ ദശാംശ സംഖ്യകളുടെ ഗുണനത്തിൻ്റെ ടെക്നിക്കുകളൊക്കെ മനസ്സിലായോ? എങ്കിൽ അടുത്തൊരു ചോദ്യം 0.01 പ്ലസ് 0.1 ഓക്കെ മൈനസ് 0.01 × 0.1. ശരി, ആദ്യം ഇത് കൂട്ടണം. കൂട്ടാലോ? 0.01 പ്ലസ് 0.1 കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? ഇത് 1 ആണ്, ഇത് 1 ആണ്. 0.11 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.11 ആണ്. മൈനസ് ഇനി ഇത് ഗുണിക്കണം, സെപ്പറേറ്റ് ഗുണിക്കാം. 0.01 × 0.1 പോയിന്റ് കളയുമ്പം ഇത് 1 ആകും, ഇൻറ്റു ഇതും 1 ആകും. 1 × 1 1 എന്ന് കിട്ടും. ഇവിടെ 2 പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ചോദ്യത്തിലാകെ 3 പോയിന്റ് ഇടണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.001 ആണ്. അപ്പോൾ 0.11 നിന്ന് 0.001 കുറയ്ക്കാം. 0.11 അതിൽ നിന്ന് 0.001 കുറയ്ക്കണം. ശരി, ഇവിടെ 0 ആയിട്ട് പരിഗണിക്കാം അല്ലേ മക്കളെ? 0ൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല. ഈ 1 ഇങ്ങോട്ട് കടമെടുക്കണം. അപ്പോൾ ഇത് 10 ആകും. ഇവിടെ 0 ആയി മാറും. 10ൽ നിന്ന് 1 കുറച്ചാൽ 9 കിട്ടും. ആണോ? ഇവിടെ 0 ആയതുകൊണ്ട് 0ൽ നിന്ന് 0 കുറയ്ക്കുമ്പം നമുക്ക് ഉത്തരം 0 വരും അല്ലേ? ഇനി 1ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം 1 വരും. സോ 0.109 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ് ഉത്തരം. 0.109. ചെയ്തത് പക്കയാണോ? ആണ്. അപ്പം ദശാംശ സംഖ്യകളുടെ ഗുണനം മനസ്സിലായെങ്കിൽ അടുത്തത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ എത്രാമത്തെ ടൈപ്പാണ് ഇത്? 5ാമത്തെ ടൈപ്പ്. ഇത് ദശാംശ സംഖ്യകളുടെ ഹരണമാണ്.
ഇതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ദശാംശ സംഖ്യകളെ ഹരണം ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ചെയ്യാം നമുക്ക്. 0.09 ഡിവൈഡഡ് ബൈ 0.003. ദശാംശ സംഖ്യകൾ ഹരിക്കാൻ നമ്മൾ മുമ്പേ ചെയ്ത പോലെ ആദ്യം പോയിൻ്റ് അങ്ങ് കളയുക. അപ്പം 0.09 എന്നുള്ളത് 9 ആയിട്ട് മാറും. 0.003 എന്നുള്ളത് 3 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ആദ്യം പോയിൻ്റ് കളഞ്ഞെഴുതുക. അപ്പോൾ മുകളിൽ 0.09 ആയി, താഴെ 0.003 3 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ്, താഴത്തെയും മുകളിലത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം. മുകളിലാകെ 2 ദശാംശ സ്ഥാനം, താഴെയാകെ 3 ദശാംശ സ്ഥാനം. മുകളിലാകെ 2, താഴെയാകെ 3. ശരിയല്ലേ? മുകളിൽ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. ആണോ? ഒരെണ്ണത്തിൻ്റെ കുറവായതുകൊണ്ട് മുകളിൽ 1 0 കൂടുതൽ ചേർക്കണം. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കണം. ഒന്നുകൂടെ പറയാം, മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം. മുകളിൽ 2 എണ്ണം, താഴെ 3 എണ്ണം. മുകളിൽ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് എവിടെയാണോ ദശാംശ സ്ഥാനം കുറവുള്ളത്, കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം. 1 കുറവാണെങ്കിൽ 1 0 മുകളിൽ ചേർക്കണം. മുകളിലല്ലേ കുറവ്, ഒരെണ്ണത്തിൻ്റെ കുറവല്ലേ, 1 0 ചേർക്കുക. 1 0 ചേർക്കുക എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം. 2 0 ചേർക്കുക എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം. മുകളിൽ 2, താഴെ 3. കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം. ഇനി സോൾവ് ചെയ്യുന്നതായിരിക്കും ഉത്തരം. ഇതും വെട്ടിപ്പോയി 3. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 30 ആണ്. ഇങ്ങനെ വേണം ഇത്തരം കണക്കുകൾ ചെയ്യാൻ. പോയിന്റ് കളഞ്ഞെഴുതുക. മുകളിലത്തെ താഴത്തെ ദശാംശ സ്ഥാനം എണ്ണി നോക്കുക. എവിടെയാണോ കുറവുള്ളത്, കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കുക. എന്നിട്ട് സോൾവ് ചെയ്ത ഉത്തരമായി. റെഡി? യെസ്. എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം മക്കളെ, 7.459 ഡിവൈഡഡ് ബൈ 0.00749. ഇതിൻ്റെ ഉത്തരം കാണും. ആദ്യം പോയിന്റ് കളഞ്ഞെഴുതാം. 7459 ഡിവൈഡഡ് ബൈ 7459. രണ്ടിടത്തും പോയിന്റ് കളഞ്ഞെഴുതി. ഇനി താഴത്തെ മുകളിലത്തെ ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കാം. താഴെ ആകെ 2, 4, 6 എണ്ണം. മുകളിൽ ആകെ 3 എണ്ണം. താഴെ 6, മുകളിൽ 3. മുകളിൽ കുറവുണ്ട് 3 എണ്ണത്തിൻ്റെ. അതുകൊണ്ട് 3 0 മുകളിൽ ചേർക്കണം. എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഗുണിക്കണം. ഇതും വെട്ടിപ്പോയി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് 1000 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇങ്ങനെ വേണം ഈ കണക്ക് ചെയ്യാൻ. ചെയ്ത രീതി നന്നായിട്ട് മനസ്സിലായോ? എന്നാ പിടിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ചോദ്യമേ. 0.00312 ഡിവൈഡഡ് ബൈ 0.13 ഇൻറ്റു 0.2. ആദ്യം ദശാംശ സ്ഥാനങ്ങളൊക്കെ മാറ്റി എഴുതണം. അപ്പം മുകളിൽ 312 എന്ന് വരും, താഴെ 13 ഇൻറ്റു 2 എന്ന് വരും അല്ലേ? ഇനി ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം മക്കളെ. മുകളിൽ ആകെ 2, 4, 6. താഴെ 2ഉം 1ഉം ആകെ 3 വരും. മുകളിൽ ആകെ 6, താഴെ ആകെ ദശാംശ സ്ഥാനങ്ങൾ 2, 1, 3. താഴെ കുറവുണ്ട് 3 എണ്ണത്തിൻ്റെ. അതുകൊണ്ട് താഴെ 3 0 ചേർക്കണം. എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഗുണിക്കണം. മുകളിൽ ആകെ 6, താഴെ ആകെ 3. അപ്പോൾ താഴെ 3 എണ്ണത്തിൻ്റെ കുറവുണ്ട് അല്ലേ? 3 0 താഴെ ചേർക്കണം. ഇനി സോൾവ് ചെയ്യുന്ന മക്കളെ ഉത്തരം സോൾവ് ചെയ്യാം. യെസ്, 2ഉം ഇതും കൂടെ വെട്ടിക്കളയാലോ. 156 എന്ന് കിട്ടും അല്ലേ? 13ഉം 156ഉം വെട്ടാം. 15ൽ 13 ഒരു തവണ, ശിഷ്ടം 2. 26ൽ 15ൽ 13 ഒരു തവണ, ശിഷ്ടം 2. 26ൽ 2 തവണ. 12/1000 എന്ന് വരും. ആണോ? 12/1000 എന്ന് വരും. 12/1000 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. അപ്പോൾ 0.012 എന്ന് വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ 0.012 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് റെഡിയല്ലേ? സെറ്റല്ലേ? എന്നാ പിടിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.08 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 0.025. ആദ്യം പോയിന്റ് കളഞ്ഞെഴുതാം. 0.088 ആയി, 2.5 25 ആയി അല്ലേ? 0.025 25 ആയി. ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കാം.
മുകളിൽ 2ഉം 1ഉം 3, താഴെ ആകെ 3, മുകളിൽ 3, താഴെ 3. അപ്പം മുകളിലും താഴെയും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഈക്വലാണ്. അപ്പം ഒന്നും ചെയ്യണ്ട, ഇത് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. 25 വെട്ടിപ്പോയി, നമ്മുടെ ഉത്തരം 8 കിട്ടും. മുകളിലും താഴെയും, മുകളിലാകെ 3 ദശാംശ സ്ഥാനം, താഴെയാകെ 3 ദശാംശ സ്ഥാനം. അപ്പം മുകളിലും താഴെ ഒന്നുകൊണ്ട് ഗുണിക്കുക, ഒന്നും ചേർക്കുക, ഒന്നും വേണ്ട, തുല്യമല്ലേ. ഇത് നേരെ അങ്ങ് സോൾവ് ചെയ്താൽ ഉത്തരമായി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാ? 8. ഓക്കെ അല്ലേ? ശരി, എങ്കിൽ മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.0049 ഇൻറ്റു 0.000081 ഡിവൈഡഡ് ബൈ 0.0009 ഇൻറ്റു 0.00007 അല്ലേ? ആദ്യം ദശാംശ സ്ഥാനം കളഞ്ഞെഴുതുക. നമുക്ക് 49 എന്ന് എഴുതാം. 0.0049 ഇൻറ്റു 0.00081 81 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 0.0009 9 എന്ന് എഴുതാം. 0.00007 7 എന്ന് എഴുതാം അല്ലേ? ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കാം മക്കളെ. മുകളിൽ ആകെ എത്ര എണ്ണം? ഇവിടെ 4ഉം ഇവിടെ 2, 4, 6. മുകളിലാകെ 10. 4ഉം 6ഉം 10. താഴെ 4ഉം 5ഉം 9. 4ഉം 5ഉം 9. മുകളിൽ 10 ദശാംശ സ്ഥാനം, താഴെ 9. അപ്പം താഴെയാണ് ഒരെണ്ണത്തിൻ്റെ കുറവ്. താഴെ ഒരു 10 കൊണ്ട് ഗുണിക്കണം. ഓക്കെ അല്ലേ? ആണ്, ശരി. 9ഉം 81ഉം വെട്ടിക്കളയാം. 9×9 81. 7ഉം 49ഉം വെട്ടിക്കളയാം. 7×7 49. മുകളിൽ 9×7 63 ബൈ താഴത്തെ 10. 63/10 6.3. 10 കൊണ്ട് ഹരിക്കാൻ ഒരു പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 6.3 എന്നാണ് കിട്ടുന്നത്. ചെയ്തത് കറക്റ്റാണോ സെറ്റാണോ? എങ്കിൽ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യം. ഇതിലെ പോയിന്റുകളെല്ലാം കളഞ്ഞെടുത്ത് എഴുതുമ്പോൾ 0.072 എന്നുള്ളത് എന്താകും? 72 എന്നാകും. ഇൻറ്റു 0.0075 എന്നത് എങ്ങനെയാകും? 75 എന്നാകും. ആണോ? ഡിവൈഡഡ് ബൈ 0.0015 എന്നത് എങ്ങനെയാകും? 15 എന്നാകും. ഇൻറ്റു 0.018 എന്ന് എന്താകും? 18 ആകും. ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം വേണ്ടേ? താഴെ ഈ 4ഉം ഈ 3ഉം കൂടെ 7. മുകളിൽ ഈ 3ഉം ഈ 4ഉം കൂടെ 7. അപ്പം 3ഉം 4ഉം 7. താഴെയും 4ഉം 3ഉം 7. അപ്പം താഴെയും മുകളിലും ദശാംശ സ്ഥാനങ്ങൾ ഈക്വൽ അല്ലേ? അപ്പം ഇത് നേരെ സോൾവ് ചെയ്യുന്നതായിരിക്കും ഉത്തരം. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? 15ഉം 75ഉം വെട്ടിക്കളയാം. 15 × 5 ആണ് 75. 18ഉം 72ഉം വെട്ടിക്കളയാം. 18 × 4 ആണ് 72. അപ്പോൾ I4 20 എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് മക്കളെ 20. ഓപ്ഷൻ ബി 20. റെഡി? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. 9.5ൻ്റെ ദശാംശ സ്ഥാനം കളയുമ്പോൾ, ദശാംശം കളയുമ്പോൾ 95. ഓക്കെ. 0.085ൻ്റെ കളയുമ്പോൾ 85 ആണോ? ഡിവൈഡഡ് ബൈ 17 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ. 0.0019ൻ്റെ കളയുമ്പോൾ 90 എന്ന് വരും. ദശാംശ സ്ഥാനം എണ്ണി നോക്കുമ്പോൾ താഴെ ആകെ 4, മുകളിൽ 3 ആകെയുണ്ട്, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. 3, 1, 4. താഴെയും 4, മുകളിലും 4. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി അല്ലേ? 19 × 5 ആണ് 45. 17 × 5 ആണ് 85. I5 25 എന്നീ ചോദ്യത്തിന് ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് പക്കയല്ലേ? ഓക്കെ ആണോ? ആണ്. എങ്കിൽ മുന്നോട്ട് അടുത്ത ചോദ്യം. സോ ദശാംശ സ്ഥാനം കളയുമ്പോൾ 40 അങ്ങനെ തന്നെ എഴുതി. 0.044 എന്ന് എഴുതി. വീണ്ടും 0.044 എന്ന് എഴുതി. ശരിയാണോ? ആണ്. ഓക്കെ. അടുത്തത് ബാക്കി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 4 അങ്ങനെ എഴുതി. പോയിൻ്റ് കളയുമ്പം വീണ്ടും പോയിൻ്റ് കളയുമ്പം 4 എന്ന് എഴുതി. വീണ്ടും പോയിൻ്റ് കളയുമ്പം 4 എന്ന് എഴുതി. ശരിയല്ലേ?
0.44 ആയി, 0.44 ആയി, 0.44 ആയി. ശരി, ദശാംശാനം എണ്ണി നോക്കാം. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, താഴെയാകെ 3, ഇവിടെ 2, ഇവിടെ 2, മുകളിലാകെ 4, മുകളിലാകെ 4, താഴെയാകെ 3. അപ്പോൾ താഴെയാണ് കുറവ്, ഒരെണ്ണത്തിൻ്റെ കുറവാണ്, അതുകൊണ്ട് താഴെ ഒരു 0 ചേർക്കണം. ഓക്കെ, ഇനി സോൾവ് ചെയ്യാം. 4ഉം 4ഉം വെട്ടിപ്പോയി, 4ഉം 4ഉം വെട്ടിപ്പോയി അല്ലേ. 4ഉം 40ഉം വെട്ടിക്കളയാം. 10, 10/10. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ, 1. ചെയ്ത ചോദ്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ദശാംശ സംഖ്യകളുടെ ഹരണം. അപ്പോൾ ഹരണത്തിൻ്റെ ചോദ്യങ്ങൾ വന്നാൽ അടിപൊളിയായിട്ട് ചെയ്യുമോ? ദശാംശസംഖ്യകളുടെ ഗുണനം മുമ്പേ പഠിച്ചു, ഇപ്പം ഹരണവും കൂടെ പഠിച്ചു. അപ്പോൾ ദശാംശസംഖ്യകളുടെ ഗുണനവും ഹരണവും സെറ്റായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. ചെറിയ വീഡിയോ ആണ് ഇന്ന് അല്ലേ. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത പാർട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അടുത്ത ടൈപ്പ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടാറ്റാ.